നോക്കി. ശൈലജ പണികളൊക്കെ കഴിഞ്ഞാ? ഇന്ന് പണികളൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇന്ന് അത്തപൂജയല്ലേ ചേച്ചി? അതെയോ? രണ്ടാൾക്കും മൂന്നാൾക്കുള്ള മാല കെട്ടിയിട്ട് ചേച്ചി പോയില്ലേ നമ്മത്തിരിക്ക്? 2 ദേവിക്കും വിഷ്ണുമായ സ്വാമിക്കും ഒക്കെ കെട്ടണ്ടേ അല്ലേ മാല? ഇന്നിപ്പോ അത്തപൂജ ആകുമ്പോ നമ്മള് നേരത്തെ പോകണ്ടേ, നമുക്ക് ഒരുമിച്ച് പോവാട്ടാ ചേച്ചിയെ. അപ്പൊ ഇനി നാളെ വെള്ളിയാഴ്ചയല്ലേ, നാളെ മാല കെട്ടണ്ടേ? അതൊരു സന്തോഷല്ലേ ചേച്ചി? വെള്ളിയും ചൊവ്വയും അത്തപൂജയിലാണ്. അത് നമുക്ക് സന്തോഷല്ലേ? അതെ അതെ അതെ, അത് നമുക്ക് തുളസി നല്ല കാര്യം. നല്ല ഫ്രഷ് തുളസി കിട്ടുമ്പോഴേ മനസ്സിന് ഒരു സന്തോഷമാണ്. നല്ല കാര്യം. വീട്ടോട് വളർത്തുന്ന തുളസി ആകുമ്പോ അതിനൊരു സന്തോഷം വരല്ലേ. കെട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം. അത് കാര്യ. ചേച്ചിയുടെ പണികളൊക്കെ നമ്മളൊരു കാര്യം വിചാരിച്ചത് സാധിച്ചാലല്ലേ. അതന്നെ അതന്നെ. ആ പണികൾ കഴിഞ്ഞാൽ കണ്ടു. അതല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാട്ടാ. ഒരുമിച്ച് പോയിട്ട് വരാം. അത്തപൂജയല്ലേ എന്തായാലും? അത്തപൂജയല്ലേ ഇന്ന്? മാസത്തിലെ അത്തപൂജ വരുമ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ദേവിയുടെ അടുത്തൊക്കെ ഇരുന്നൊന്ന് നാമൊക്കെ ചെല്ലണം. അറിയാം, നമ്മൾ അമ്പലം ഇതായിട്ട് അമ്പലത്തിലെ കാര്യത്തിന് തൊഴുതു വന്നാലും കൂടുതൽ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് നാമം ചെല്ലുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം കിട്ടും. പിന്നെ അടുത്ത മാസം കർക്കിടക പൂജയല്ലേ? സർവേശ്വരി പൂജ. പൂജ കർക്കിടത്തിൽ വരില്ലേ? അതിനൊക്കെ പങ്കെടുക്കാൻ പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും. അതന്നെ അല്ലേ? അതന്നെ.